ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ദൈവത്തിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ അടുക്കൽ കർത്താവിൻ്റെ ദൂതെത്തിക്കാൻ ദൈവം എനിക്ക് തരുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ഓരോ ദിവസവും സങ്കടകരമായ വേളയിലും സന്തോഷവേളയിലും നമ്മൾ വഴിതെറ്റിപ്പോകുന്ന സമയത്തുമെല്ലാം നമ്മെ ഒരു ഇടയൻ്റെ മനസ്സോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ, അപ്പൻ്റെ കരുണയോടെ, അമ്മയുടെ ആർദ്രതയോടെ വഴികാട്ടിയും വഴി നടത്തിയുമായി നമുക്ക് വചനത്തിലൂടെ ദൈവത്തിൻ്റെ കൃപയാൽ നേരെയുള്ള പാതയിൽ നടത്താൻ ആലോചന തന്ന് നടത്തുന്ന, സന്തോഷം തന്ന് നിർത്തുന്ന നമ്മുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ വചന കേൾവിക്ക് താല്പര്യം കാണിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ആനന്ദത്തോടെ ഇന്നും വചനം കേൾക്കാൻ താല്പര്യത്തോടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. യേശു അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി തീർന്നതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും കർത്താവിൻ്റെ മഹത്വത്തെ ഉയർത്തുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. ലേഖനങ്ങളിൽ എല്ലാ ലേഖനവും ഞാൻ ഇഷ്ടപ്പെടുന്നെങ്കിലും എബ്രായ ലേഖനം ഏറെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച്, പുതിയ നിയമ സത്യത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി പ്രതിപാദിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. എൻ്റെ പഠന രീതി കൊണ്ടോ വായനാ ശൈലി കൊണ്ടായിരിക്കാം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അതിൽ യേശുക്രിസ്തുവിനെ പരാമർശിക്കുന്ന സുന്ദരമായിരിക്കുന്ന 1-2 വാക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയുമാണ്. അതൊക്കെ നമ്മൾ അനുദിന ചിന്തയിൽ ചിന്തിച്ചിട്ടുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇന്ന് 3-ാം വാക്യം അവസാനിക്കുന്നിടത്ത് എഴുതിയിരിക്കുന്നത് കർത്താവായ യേശു പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു എന്ന്. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം കർത്താവിനെക്കുറിച്ച് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. കർത്താവ് ഒരു പരിഹാരകനാണ്, പരിഹാരം ഉണ്ടാക്കുന്നവനാണ്. കർത്താവ് ഒരു പരിഹാരമാണ്. അതങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. യേശുക്രിസ്തു ഒരു പരിഹാരമാണ്. പരിഹാരം എന്നത് ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കിയേ. ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനുണ്ട്. ജീവിതത്തിൽ താളപ്പഴകൾ സംഭവിക്കാം, ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റാം, ജീവിതത്തിൽ ചതികൾ പറ്റാം, ജീവിതത്തിൽ തോൽവികൾ സംഭവിക്കാം, നഷ്ടങ്ങൾ സംഭവിക്കാം, ജീവിതത്തിൽ മനഃപൂർവ്വമായിട്ടും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു പോകാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ചില കാര്യങ്ങൾ സംഭവിച്ചു പോയ വിഷയങ്ങൾ നേരെ ചൊവ്വേ നിർത്തുന്നതിനാണ് ഈ പരിഹാരം എന്ന് പറയുന്നത്. ഒരു കാര്യം സംഭവിച്ചു പോയാൽ ഒരു പേടിയും വിറയിലും ഞെട്ടലും ഭീഷണിയൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഇതിന് പരിഹാരം ഉണ്ടാകണമല്ലോ. പരിഹാരമുണ്ടാകാത്ത ഒരുപാട് വിഷയങ്ങളാണ് സമൂഹത്തിൽ കടന്ന് പുകയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ കണ്ടേക്കാം. ഇന്ന് എന്നോട് കർത്താവ് വളരെ ശക്തമായി പറയുമായിരുന്നു, കർത്താവ് ഒരു പരിഹാരകനായുള്ളപ്പോൾ, സ്വർഗം സകല കാര്യത്തിനും പരിഹാരത്തിന് തയ്യാറായിരിക്കുമ്പോൾ, പരിഹാരം ഉണ്ടാക്കാതെ, പരിഹാരം കണ്ടെത്താതെ ചുമക്കാൻ കഴിയാത്ത ഭാരവുമായിട്ട് നാം എന്തിന് ഭാരപ്പെടുന്നു? അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അടുത്തറിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര നല്ലൊരു പരിഹാരകനെ തിരുവെഴുത്ത് നമുക്ക് ബോധ്യമാക്കി തന്നിരിക്കെ, കർത്താവിൻ്റെ തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുന്നതനുസരിച്ച് നാം എന്തിന് പരിഹാരമില്ലാത്ത വിഷയങ്ങളുമായി ചുമന്ന് തളരുന്നു? യേശുക്രിസ്തു പരിഹാരകനാണ്. ഒരു വിഷയത്തിനല്ല, ഒരുപാട് വിഷയങ്ങൾക്ക്, മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക്. അതിന് നാം എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ ജീവിതത്തിൽ പരിഹാരമുണ്ടാകേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു പ്രവണതയുണ്ട്. ആ പ്രവണത എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതലും വേദപുസ്തകത്തിലെ പ്രഭാഷകർ പലരും പറയുന്നത് പോലെ ചില കാര്യങ്ങളിലൊക്കെ നമ്മളങ്ങ് സഹിച്ച് നിൽക്കുക. ഈ 38 വർഷം കുളക്കരയിൽ കിടന്ന മനുഷ്യനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആരോ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. 38 കൊല്ലമായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കാതെയൊക്കെ പോയതുകൊണ്ട് അദ്ദേഹം അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റായെന്ന് ആരോ പ്രസംഗ ശൈലി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ അല്ലയോ
ഈ സൗഖ്യമായി പോകുന്നവരുടെ കെട്ടും കിടക്കയും ബെഡും ബെഡ്ഷീറ്റും എല്ലാം ഇയാൾക്ക് കൊടുത്തിട്ട് പോകും. ഇയാൾ അതെല്ലാം കൂടി കൂട്ടിവെച്ച് ഒന്നിനു മുകളിൽ ഒന്നായിട്ടിട്ട് അങ്ങനെ സുരക്ഷിതനായിട്ടും സുഖമായിട്ടും അങ്ങനെ കടന്നു പോരുന്ന ഒരു കാലം ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഒരു ആലങ്കാരിക ശൈലിയിൽ, പ്രഭാഷണ ശൈലി ആയിരിക്കുമെന്ന് വിചാരിക്കാം. എങ്കിലും മനസ്സിലൊന്ന് ഓർത്ത് നോക്കി, ഇനിയിപ്പോൾ പരിഹാരമൊന്നും ഉണ്ടാകില്ല, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് അള്ളിപ്പിടിച്ച് ജീവിക്കാം എന്നോർത്ത് കിടക്കുന്നൊരു പ്രവണത മനുഷ്യ സഹജമാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടായേക്കാം. ഇത്രയും കാലമായില്ലേ, ഇത്രയും പ്രായമായില്ലേ, ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഈ പരിഹാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുടുംബജീവിതത്തിലാണെങ്കിലും, സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും, മക്കളുടെ കാര്യത്തിലാണെങ്കിലും, കല്യാണം കഴിച്ച വിഷയത്തിലാണെങ്കിലും, കടഭാരത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും, ആത്മീകത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഈ വക കാര്യങ്ങൾക്കൊന്നും ഇനി പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകാൻ മാക്സിമം ശ്രമിക്കും. അത് മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് പറയുന്നു, എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം അഡ്ജസ്റ്റ് ആകാൻ, സഹിക്കാൻ, ചുമന്നു മടുക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? യേശുക്രിസ്തുവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒന്നിലധികം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, കർത്താവ് ഒരു പരിഹാരകനാണ്. ദൈവത്തോട് ഭക്തന്മാർ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനാ വാചകങ്ങളുമുണ്ട്. സങ്കീർത്തനത്തിലൊരു വാക്കുണ്ട്, ദൈവമേ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തണമേ. പാപത്തിന് പരിഹാരം. അങ്ങനെയാണെങ്കിൽ ആ വാക്ക് പഴയ നിയമത്തിലെ ആളുകളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ടൊരു ഭക്തൻ ദൈവത്തോട് അഭയാചന ചോദിച്ച് കെഞ്ചുന്ന വാക്കാണ്, ദൈവമേ പാപത്തിന് പരിഹാരം വരുത്തണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് സന്തോഷമുള്ള, സമാധാനം തരുന്ന വാക്കുകളെ പറയുന്നത് എങ്കിൽ പോലും ഞാനൊരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയട്ടെ. ഏറ്റവും വലിയ പരിഹാരം പാപത്തിനാണ് ഉണ്ടാകേണ്ടത്. അത് കർത്താവ് വരുത്തി. ഇനി നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ പരിശോധിക്കണം. എൻ്റെ ജീവിതത്തിലെ പാപത്തിന് പരിഹാരം വന്നു എന്നറിയണമെങ്കിൽ നമ്മളൊരു പാപിയാണോ? എത്ര തരം പാപങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. ഈ പാപങ്ങളിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ടോ? പാപപരിഹാരത്തിന് ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാപപരിഹാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? പാപപരിഹാരം വന്നില്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളുടെ മറുപടി എങ്ങനായിരിക്കും? എൻ്റെ ജീവിതത്തിൻ്റെ അന്തം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചെല്ലാം ചിന്തിപ്പാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മറക്കരുത്. അപ്പോൾ ഏറ്റവും വലിയ മനുഷ്യൻ്റെ പ്രശ്നം, സമൂഹത്തിൻ്റെ പ്രശ്നം പാപമാണ്. ആ പാപത്തിന് പരിഹാരം വരുത്താൻ ലോകത്തിലൊരു മതത്തിനും ഒരു സംഘടനയ്ക്കും സമൂഹത്തിനും കഴിഞ്ഞില്ല. പഴയ നിയമത്തിലെ ആളുകളെല്ലാം ഭക്തരായിരുന്നു. അവരിൽ പലരും ദൈവത്തോട് നിലവിളിച്ചത് ബാക്കി എല്ലാത്തിനും പരിഹാരം വരുത്താം, പക്ഷെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്നില്ല. പാപം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രാർത്ഥനകൾ ഫലിക്കില്ല, ദൈവിക പ്രസാദം ലഭിക്കില്ല, ജീവിക്കേണ്ട പോലെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിവേകവും വിവരമുള്ള മനുഷ്യൻ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച കരഞ്ഞ ഭാഗമാണ് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തണമേ എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിന് പരിഹാരം വരുത്താൻ ലോകത്തിൽ വന്ന ഒരേ ഒരുവൻ യേശുക്രിസ്തു മാത്രമാണ്. ഈ വാക്യത്തിൽ വളരെ ശക്തമായി പറയുന്നു, കർത്താവ് സ്വർഗത്തിൽ പോയി മഹിമയുടെ വലത്തുഭാഗത്തിരുന്നത് തന്നെ പാപത്തിന് പരിഹാരം വരുത്തി അനന്തരമാണ്. അതുകൊണ്ട് പാപത്തെ ഈ വാക്യത്തിൽ കാണുന്നത് കൊണ്ട് ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പറയുക, എന്നെ കേൾക്കുന്ന നിങ്ങൾ നാളുകളായി കേൾക്കുന്നവരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന് പരിഹാരം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ആ കാര്യം പറയണം. പാപം പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണോ എൻ്റെ വഴികളൊക്കെ അടഞ്ഞു പോകുന്നത്? എൻ്റെ കണ്ണുനീരിന് മറുപടി കിട്ടാത്തത്? ഞാൻ ചോദിച്ചിട്ട് ദൈവം പ്രവർത്തിക്കാത്തത്? എൻ്റെ ദൈവമേ, പാപപരിഹാരം ഏറ്റവും പ്രധാനമാണ്. അതൊന്ന് ചിന്തിച്ചിട്ട് പരിഹാരി കർത്താവ് മാത്രമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. പാപം മാത്രമല്ല, ജീവിതത്തിലെ നമുക്കാർക്കും പരിഹരിക്കാൻ പറ്റാത്ത, മനുഷ്യൻ പലരും നോക്കിയിട്ട് പരിഹരിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും നമ്മുടെ കർത്താവ് പരിഹരിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയിൽ നാം ഏറ്റവും അധികം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എന്തെങ്കിലും എനിക്ക് തരണം എന്നതല്ല. തന്നത് നന്നായി അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ചില വിഷയങ്ങൾക്ക് പരിഹാരം വരണം. നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലെ, നിങ്ങളുടെ ബന്ധുതകൾ തമ്മിലുള്ള ആഴമേറിയ ചങ്ങലക്കണ്ണികൾ അകന്നു പോകാതിരിപ്പാൻ ചില കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം. പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അപകടമാണ്, അബദ്ധമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ സമയം കണ്ടെത്തി ദൈവത്തോട് പറയുക, കർത്താവേ, ചില കാര്യങ്ങൾ എനിക്ക് പരിഹരിച്ച് തന്നേ പറ്റൂ. എന്നെക്കൊണ്ടൊക്കുന്നില്ല, പരിഹരിക്കപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്. എബ്രായലേഖനത്തിൽ മാത്രമല്ല, മറ്റ് പല ഭാഗത്തും ഞാൻ അങ്ങയെക്കുറിച്ച് കണ്ടിരിക്കുന്നത്, അങ്ങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനല്ല, അങ്ങ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാണ്. അങ്ങ് ഇടനില നിൽക്കണം, അങ്ങ് പക്ഷപാതം ചെയ്യണം, അങ്ങ് മധ്യസ്ഥനാകണം, അങ്ങ് ചിലരോട് സംസാരിക്കണം, പരിഹാരം വരുത്തും. ഈ മറിയെ, യേശുവിൻ്റെ അമ്മ മറിയെ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കാലത്ത് യോസേപ്പ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നതല്ലേ? എൻ്റെ കർത്താവ് ഇടപെട്ട് ദൂതനല്ലേ
ചെന്ന് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കിയത്. അങ്ങനെ എത്രയോ ആളുകളുടെ വിഷയങ്ങൾ ഇടനില നിന്നും പറയേണ്ടത് പറഞ്ഞും അറിയിക്കേണ്ടത് അറിയിച്ചും പരിഹാരം വരുത്താൻ ദൈവമുള്ളപ്പോൾ പരിഹാരമില്ലാത്ത വിഷയങ്ങളുമായി നമ്മളിനി മുന്നോട്ട് പോകണോ? അതുകൊണ്ട് ദൈവത്തോട് ചോദിക്ക്. ഒരനുഗ്രഹം ഇനി ചോദിക്കുന്നതിനേക്കാൾ മുമ്പ്, ഒരു നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പ്, ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ്, ഒരു വിസ കിട്ടാൻ വേണ്ടി കരയുന്നതിനേക്കാൾ മുമ്പ്, ഒരു നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ഉപവസിക്കുന്നതിനേക്കാൾ മുമ്പ് പരിഹാരം വരുത്താൻ ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ കർത്താവിനോട് പറ, ആദ്യം എനിക്ക് ചില വിഷയത്തിന് പരിഹാരം തരണം, എന്നിട്ട് വേണം എൻ്റെ കർത്താവിനെ അനുഗ്രഹിപ്പാൻ. സ്വർഗം അതിനയച്ച പുത്രനെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ക്രൂശിൽ മരിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ, ഭൂമിയിൽ വന്ന മഹാദൈവം, മനുഷ്യനോട് കരുണയും ആർദ്രതയുമുള്ളവൻ, എൻ്റെയും നിങ്ങളുടെയും സമസ്ത വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കുന്നവനാണ്. പരിഹാരം ഉപദേശിക്കുന്നവനല്ല, ഉണ്ടാക്കുന്നവനാണ്. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന പരിഹാരകനെ ഇന്ന് പകലിൽ നാം മനസ്സിൽ പേറുക. സ്വർഗം അതിനായി ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങൊരു പരിഹാരകനാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാരം പാപമായിരുന്നു. അത് പരിഹരിക്കാൻ ഇവിടെ ആരുമില്ലായിരുന്നു. മനുഷ്യൻ്റെ പാപം പരിഹരിച്ചവൻ ദൈവമായിരിക്കയാൽ എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പാപപരിഹാരകനെ ഞാൻ അങ്ങയുടെ മക്കളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുക. അങ്ങ് പരിഹാരം വരുത്തണം. ഇന്നും അങ്ങ് പരിഹാരിയാണ്. ചില കുടുംബങ്ങൾക്ക്, ചില വ്യക്തികൾക്ക് അങ്ങേ ആവശ്യമുണ്ട്. അവരാരെങ്കിലും ഇന്ന് പ്രാർത്ഥിച്ചാൽ അതിന് പരിഹാരം ഒരുക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ദൈവം പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.